കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. എം സന്തോഷ് ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷിലേക്ക് എത്താം. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം പല ഘട്ടങ്ങളിലും നവീൻ ബാബുവിന്റെ ഭാര്യ ഇത്തരത്തിൽ തുടരന്വേഷണം വേണം, ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹൈക്കോടതി അടക്കം അതിന് വിരുദ്ധമായ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഹർജി കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അതായത് നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ നീതിന്യായ സംവിധാനം തൃപ്തി രേഖപ്പെടുത്തുന്നു എന്ന് തന്നെ വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ. കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യയുടെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു കോടതി എന്നതാണ്. കാരണം ഇതിൽ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് സമീപ കാലങ്ങളിൽ. ഏതായാലും ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നത്. എം സന്തോഷിനോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്നായിരുന്നു ഭാര്യ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി നിലവിലെ അന്വേഷണത്തെക്കുറിച്ച് വിലയിരുത്തിയത് എന്താണ്? മനു, നിലവിലുള്ള അന്വേഷണം തൃപ്തികരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയത്. നിലവിലെ അന്വേഷണത്തിൽ അപാകതകൾ തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയായിരുന്നു കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ കാര്യം അന്വേഷണം പൂർണ്ണമല്ല, ഫോൺ രേഖകൾ ഹാജരാക്കിയിട്ടില്ല, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാജരാക്കിയിട്ടില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ ആണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. മാത്രമല്ല ഈ കുറ്റം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ മുഴുവൻ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതെല്ലാം ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പോലീസിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ കൃത്യമായും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമായും തന്നെ പറയുന്നത്. അതിനാവശ്യപ്പെട്ട ഈ കുടുംബം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. നിലവിലെ അന്വേഷണം തന്നെ എല്ലാ രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സാക്ഷികളിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രത്തോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പ്രോസിക്യൂഷൻ ഈ കോടതിയെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി തള്ളിയിരിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കും. അതിനായി കേസ് തലശ്ശേരി കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഇനി വിചാരണ തുടരുക. മനു, ശരി. സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് കോടതി. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.